സരിനൊന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒറ്റപ്പാലത്ത് ഇത്തവണ 26 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സരിന് ജയിക്കാമായിരുന്നു. ഈ സരിന് ആർത്തി കൂടിയതുപോലെ തന്നെ ഇയാൾക്കും ആർത്തി കൂടിപ്പോയി. കൃഷ്ണകുമാറിനും ഇല്ലെങ്കിൽ കൃഷ്ണകുമാറിന് മലമ്പുഴയിൽ 2026 സ്കോപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞവർ. പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ പാലക്കാട് കോംപ്രമൈസ് ചെയ്തില്ല വി ഡി സതീശൻ. നിലമ്പൂരെത്തുമ്പോൾ ലീഗിന്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സതീശൻ നോ എന്നുള്ളതാണ് പറഞ്ഞത്. നോ. ശശി തരൂരിനെ ഇപ്പൊ കണ്ട പോലെ കൂട്ടിക്കോ എന്നുള്ള മട്ടിൽ ഇവരെല്ലാം നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുള്ള വില അങ്ങ് കളഞ്ഞിപ്പോ. ശശി തരൂർ പുറത്തേക്ക്, വി ഡി സതീശൻ അധികാരത്തിലേക്ക്. രാജൻ ഭായ് നമസ്കാരം. നമസ്കാരം. UDFന്റെ സംസ്ഥാന ഏകോപന സമിതി യോഗം ഇന്ന് കളമശ്ശേരിയിലുള്ള ചക്കോളസിൽ വെച്ച് കൂടുകയുണ്ടായി. വി ഡി സതീശൻ ചേട്ടൻ ഭയങ്കര കോൺഫിഡൻസിലാണ്. അദ്ദേഹം വീണ്ടും വീണ്ടും പറയുകയാണ് 100-ലധികം സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്ന്. ഇതിനിടയിൽ ശശി തരൂർ കോൺഗ്രസിനകത്ത് വലിയ ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചായക്കോപ്പയിലെ വിപ്ലവം തന്നെ ആവാനാണ് സാധ്യതയുള്ളത്. പക്ഷേ എങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഈ വി ഡി സതീശൻ ചേട്ടൻ്റെ ഈ ഒരു അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഈ ഒരു കോൺഫിഡൻസിന് കാരണം എന്താ? ഒന്ന്, സതീശനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ സതീശൻ്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് തുടർച്ചയായിട്ട് അതിൽ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സതീശനെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചപ്പം ഞാൻ ക്യാപ്റ്റനാണെങ്കിൽ രമേശ് ചെന്നിത്തല മേജറാണ് എന്ന് പറഞ്ഞു. ഞാൻ സോൾജറാന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള പറച്ചിലാണിത്. പക്ഷേ രമേശ് ചെന്നിത്തല വന്നിട്ട് പറയുന്നു ആ പാഹത്തിൽ ഇതൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചില്ല എന്നാ പറഞ്ഞത്. അതിനേക്കാളും വലിയ പദവി കൊടുത്തേക്കുന്ന മേജർ. അപ്പം മേജറുടെയും ക്യാപ്റ്റൻ്റെയും റാങ്ക് തമ്മിലുള്ള വ്യത്യാസം പോലും രമേശ് ചെന്നിത്തലയ്ക്ക് അറിയത്തില്ല എന്നുള്ളത് നാട്ടുകാർക്കും, അതായത് ആർമിയുടെ ഓർഗനൈസേഷൻ. ഈ മേജർ പദവി പറയുന്നതിന് മുമ്പാണ് രമേശ് ചെന്നിത്തല ഇങ്ങനെ ഒരു പരാതി കേട്ടത്. എന്നെ ആരും ക്യാപ്റ്റൻ എന്നൊന്നും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നെക്സ്റ്റ് ഡേ ആണ് വി ഡി സതീശൻ ചേട്ടന്റെ പ്രസ്താവന വന്നത്. ഇതിങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ രമേശ് ചെന്നിത്തല മേജർ ആണെന്ന് പറഞ്ഞു. പത്രക്കാരെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി നോക്കി. എന്നാലും രമേശ് ചെന്നിത്തലയ്ക്ക് കരസേനയിൽ നല്ലൊരു പദവി സതീശൻ കൊടുത്തു. എന്തായിരുന്നാലും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തട്ടിപ്പറിച്ചെടുത്തെങ്കിലും അത് കൊടുത്തു. അതിൽ ഏറ്റവും മനോഹരമായിട്ട് സംസാരിച്ച ആള് സണ്ണി ജോസഫാ. ഞാൻ വെറും സോൾജിയറാന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു. തീർച്ചയായിട്ടും ഇവരെല്ലാം പോരാളികളായിട്ട് നിന്നാൽ മതി, ഭടന്മാരായിട്ട് നിന്നാൽ മതി, ഇവരാരും ക്യാപ്റ്റൻ ആവേണ്ട. പക്ഷേ അത് മറ്റുള്ളവർ ചാർത്തി കൊടുത്തതാണ്. പ്രതിപക്ഷ നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സമയത്തും സതീശൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴത്തേക്ക് ഇന്ദിരാഭവന്റെ മുമ്പിലും പട്ടത്തും കേശവദാസുപുരത്തും തുടങ്ങി തമ്പാനൂരും എല്ലായിടത്തും ക്യാപ്റ്റൻ 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 എന്ന് പറഞ്ഞ ബോർഡ് വെച്ച ബോർഡെല്ലായിടത്ത് മാറ്റാൻ പറഞ്ഞായിരുന്നു. അത് രണ്ട് സെൻസിൽ ഞാൻ അതിനെ കാണുന്നുണ്ട്. എന്തായിരുന്നാലും മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ഒരു വിളി വേണ്ട, അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട. അങ്ങനെ ഒരു ലീഡർ എന്നാന്ന് പറഞ്ഞു. ലീഡർ ക്യാപ്റ്റൻ പോലും അല്ല. ഞങ്ങൾക്ക് ഒരു ലീഡറെ ഉണ്ടായിട്ടുള്ളത് കെ കരുണാകരനാണെന്ന് പറഞ്ഞു. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകുന്ന സമയത്ത് നടന്ന ബൈ ഇലക്ഷൻസ് നോക്കണം. വട്ടിയൂർക്കാവിലെ നിന്ന് 2016 മത്സരിച്ച് വിജയിച്ച നമ്മുടെ മുരളീധരൻ വടകരയിൽ 2019 ജയിക്കുമ്പോൾ വട്ടിയൂർക്കാവിൽ നടന്ന ബൈ ഇലക്ഷനിൽ തോറ്റുപോയി. BK പ്രശാന്ത് ജയിക്കുന്നു. സിറ്റിംഗ് സീറ്റാണ് നഷ്ടപ്പെട്ടത്. കോന്നിയിൽ 2016 ജയിച്ച അടൂർ പ്രകാശ് ആറ്റിങ്ങിൽ പോയി മത്സരിച്ച് 2019 ജയിക്കുമ്പോൾ കോന്നിയിൽ നടന്ന ബൈ ഇലക്ഷനിൽ തോറ്റുപോയി. അതേസമയം സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം നടക്കുന്ന, അതുകൊണ്ടാണ് പറഞ്ഞത് ഇയാൾ ഏത് IIT-യിലാണ് പഠിച്ചതെന്ന് എനിക്കറിയത്തില്ല. കാരണം സിവിൽ എഞ്ചിനീയറിങ്ങും മെക്കാനിക്കലും ഇലക്ട്രോണിക്സും ഇൻസ്ട്രുമെൻറ്റേഷനും ഒക്കെ നമുക്കറിയാം, ഇലക്ട്രിക്കലും ഒക്കെ നമുക്കറിയാം. ഈ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എവിടെ നിന്നാണ് പഠിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും അതിൽ വൈദഗ്ധ്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൃക്കാക്കര ബൈ ഇലക്ഷനകത്ത് വമ്പൻ ജമ്പിങ്ങാണ് ഉണ്ടായത് ഭൂരിപക്ഷത്തിനകത്ത്. കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, അതൊക്കെ വേറെ കാര്യം. രണ്ടാമത്തേത് പുതുപ്പള്ളിയിൽ 8 പൊങ്ങുക ചെയ്ത് 6 ഇരട്ടിയായിട്ടാണ് വർദ്ധിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പാലക്കാടും അടിച്ചു കയറി ഭൂരിപക്ഷം. ചേലക്കരയിൽ നിലവിലുള്ള ഭൂരിപക്ഷം ഗണ്യമായിട്ട് കുറച്ചു, രാധാകൃഷ്ണൻ്റെ ഭൂരിപക്ഷം. അതും കഴിഞ്ഞ് നിലമ്പൂരോട്ടെത്തുമ്പം അപ്പുറത്തോട്ട് പോയ സീറ്റ് തിരിച്ചു പിടിക്കുന്നു. നിലമ്പൂരാണ് ഇതിനകത്ത് ഏറ്റവും വലിയ നമ്മൾ സാമ്പിളായിട്ട് എടുക്കേണ്ടത്. സരിൻ പോകുമ്പോഴും പതറിയിട്ടില്ല, അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ ഷാഫിയോട് പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം ആറന്മുളയിൽ രാഹുലിനെ നിർത്തി മത്സരിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ആ സീറ്റ് വേണമെങ്കിൽ സരിന് കൊടുത്ത് കോംപ്രമൈസ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. കാരണം സരിൻ പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പും സരിൻ പറഞ്ഞു ഇവിടെ ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ട, പാലക്കാട് ജില്ലയിലുള്ള ആൾ നിൽക്കണം, എന്നെ ആക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സരിന് അത്ര സ്വീകാര്യതയുള്ളൊരു നേതാവൊന്നും അല്ലല്ലോ. അതല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അദ്ദേഹം ജയിച്ചു പോകേണ്ടതല്ലേ. ഇപ്പോൾ ഉണ്ടായതെന്താണെന്ന് വെച്ചാൽ സരിൻ്റെ കഥ കഴിഞ്ഞു. ഈ ആർത്തി പിടിച്ച് പാലക്കാട് മത്സരിക്കാൻ പോയില്ലായിരുന്നെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് സാധ്യതയുണ്ടായിരുന്നു. സരിൻ കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്ത് നിന്ന് മത്സരിച്ച് തോറ്റതാണ് 2021 തെരഞ്ഞെടുപ്പിൽ. അവിടെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയും
ഇത് കാണുന്ന ഇലക്ഷനൊക്കെ എനിക്ക് പോകണം, ഞാൻ ഇപ്പോൾ ജയിക്കാം, എന്നെ ചെയ്യണം, നിങ്ങൾ ജയിപ്പിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്നുള്ളൊരു മിഥ്യാധാരണയില്ല. ഒരു വർഷം കൂടെ കാത്തിരുന്നാൽ മതിയായിരുന്നു. ഒരു വർഷം കൂടെ കാത്തിരുന്നാൽ മതിയായിരുന്നു. കാരണം കരുനാഗപ്പള്ളി CR മഹേഷിന്റെ ഉദാഹരണം കിടക്കുകയാണ്. വളരെ വലിയൊരു ഭൂരിപക്ഷത്തിന് പരാജയപ്പെട്ടതിന് ശേഷം ആ മണ്ഡലത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് വളരെ ഒരു വലിയ ഭൂരിപക്ഷത്തിന്, അതായത് LDF അനുകൂല തരംഗം ഉണ്ടായിട്ടും ആ തരംഗത്തെ അതിജീവിച്ച് ജയിച്ചയാളുടെ പേരാണ് CR മഹേഷ്. അതും പിന്നെ അവിടെ ഇവർ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു നിൽക്കുന്നു CPI സ്ഥാനാർത്ഥി. സരിനൊന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒറ്റപ്പാലത്ത് ഇത്തവണ 26 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സരിന് ജയിക്കാമായിരുന്നു. പക്ഷേ ഇനി സരിൻ പാലക്കാട് നിന്നിട്ട് കാര്യമില്ല, പാലക്കാട് എന്തായാലും നിന്നിട്ട് കാര്യമില്ല. ഇനി കൃഷ്ണകുമാർ അല്ലാതെ നല്ലൊരു കാൻഡിഡേറ്റിനെ അവിടെ BJP വെച്ച് കഴിഞ്ഞാൽ CPM-ന്റെ വോട്ട് UDF തന്നെ പോകും. CPM-ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വോട്ടുകൾ പഴയ പോലെ തന്നെ UDF-ലേക്ക് അങ്ങ് പോകും. CPM വീണ്ടും 3ാം സ്ഥാനത്തേക്ക് അങ്ങ് പോകും. അതേപോലെ തന്നെ ഒറ്റപ്പാലത്തിന് സരിനെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് 4 കൊല്ലം കഴിഞ്ഞപ്പോൾ അപ്പുറത്തോട്ട് പോയാൽ ഇനി ഇവർ സ്വീകരിക്കും. കൃഷ്ണകുമാറിന് പറ്റിയ അതേ കുഴപ്പം. കൃഷ്ണകുമാറിന് മലമ്പുഴയിൽ 2026 സ്കോപ്പ് ഉണ്ടായിരുന്നു. കൃഷ്ണകുമാറിനും ഇതേ ആർത്തി കൂടിപ്പോയി. സന്ദീപ് വാര്യർ പറഞ്ഞൊരു വാക്ക് ശരിയാ, പാൽ സൊസൈറ്റി തൊട്ട് പാർലമെന്റ് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാനും എൻ്റെ ഭാര്യയും മത്സരിക്കണം എന്നുള്ള പാൽ സൊസൈറ്റി കൃഷ്ണകുമാർ എന്ന പേര് പോലും അങ്ങനെയാണ് പേര്. പിന്നെ മാത്രമല്ല നമ്മളെ ചാക്കി രാധാകൃഷ്ണന്റെ അടുത്ത ആളാണ്. ചാക്കി രാധാകൃഷ്ണന്റെ വളരെ ക്ലോസാ. ചാക്കി രാധാകൃഷ്ണന്റെ ഏറ്റവും അടുത്ത ആളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അധികാരത്തെ എല്ലാ ആളായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പാലക്കാടിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ പ്രതിപക്ഷ നേതാവാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ഈ സരിന് ആർത്തി കൂടിയതുപോലെ തന്നെ ഇയാൾക്കും ആർത്തി കൂടിപ്പോയി. കൃഷ്ണകുമാറിനും, ഇല്ലെങ്കിൽ കൃഷ്ണകുമാറിന് മലമ്പുഴയിൽ 2026 സ്കോപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞവർ. അതുകൊണ്ട് അതൊക്കെ ലെറ്റ് ദം സഫർ, അല്ലാതെ നമ്മളൊന്നും പറഞ്ഞാക്കിയതല്ലോ, അവർ തന്നെ സ്വയം തിരഞ്ഞെടുത്ത വഴികളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ പാലക്കാട് കോംപ്രമൈസ് ചെയ്തില്ല VD സതീശൻ. നിലമ്പൂരെത്തുമ്പോൾ നമ്മൾ പോലും പലപ്പോഴും ഇതൊരു കോംപ്രമൈസ് ചെയ്ത് പോകല്ലേ എന്നുള്ളത് നമ്മൾ പോലും ചർച്ച ചെയ്തിട്ടുണ്ട്. ലീഗിൻ്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സതീശൻ നോ എന്നുള്ളതാണ് പറഞ്ഞത്. നോ, സതീശൻ ശരിക്കും പറഞ്ഞാൽ ജോയി സതീശൻ്റെ കാൻഡിഡേറ്റ് കൂടെയായിരുന്നു. സതീശന് ജോയി ആയിരുന്നു താല്പര്യം. പക്ഷേ അൻവർ ഈ പേര് പറഞ്ഞപ്പം അൻവർ പറഞ്ഞ ആളെ വരുത്തി എന്നുള്ളത് വേണ്ട, അങ്ങനെ ബാർഗൈനിങ് കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കണ്ട എന്നുള്ളത് കട്ട് ചെയ്തതാണ്. അങ്ങനെയാണ് ജോയിയെ മാറ്റുന്നത്, ആര്യണ ഷൗക്കത്തിനെ ആക്കുന്നത്. എന്നിട്ടും അഥവാ നിലമ്പൂർ തോറ്റിരുന്നെങ്കിൽ VD സതീശൻ രാജിവെക്കാൻ തയ്യാറാകുമായിരുന്നു എന്നതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം, പ്രതിപക്ഷ നേതൃസ്ഥാനം. കാരണം അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട്. കാരണം എന്നാലും ശരി ഫൈറ്റ് ചെയ്യാന്നുള്ളൊരു മട്ടിലാണ് പുള്ളി നിന്നിട്ടുള്ളത്. അങ്ങനെ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കൃത്യമായൊരു കണക്കുണ്ട് ഇയാൾക്ക്. നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അറിയാലോ, കോൺഗ്രസ് ആ പാർട്ടി, പിന്നെ മുസ്ലിം ലീഗ് മിണ്ടാവാതിരുന്നു ഇലക്ഷൻ കഴിയുന്നിടം വരെ. അല്ല, മുസ്ലിം ലീഗിൻ്റെ ഭയങ്കര ശക്തമായിട്ടുള്ളൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു UDF സ്ഥാനാർത്ഥിക്ക്. അല്ല, UDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ സതീഷിൻ്റെ പിടിവാശിക്ക് തോറ്റിരുന്നെങ്കിൽ, ആര്യണ ഷൗക്കത്ത് തോറ്റിരുന്നെങ്കിൽ എല്ലാവരും കൂടെ നെഞ്ചത്ത് കയറും. പിറ്റേന്ന് ജയിച്ചപ്പോൾ ഒറ്റയ്ക്ക് ക്രെഡിറ്റ് കൊടുക്കത്തുമില്ല, കൂട്ടായ വർക്കിൻ്റെ എന്ന് പറയും. സതീഷിനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ തോറ്റിരുന്നെങ്കിൽ ഇതെല്ലാം സതീഷിനെ പെടലിക്ക് കൊണ്ടേ വെക്കുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ നിയമസഭയിൽ അധികാരത്തിൽ വരാൻ പറ്റാത്തത് മുഴുവൻ രമേശ് ചെന്നിത്തല തലയുടെ മേളിൽ കൊണ്ടു വെച്ച് കൊടുത്തില്ലേ. അങ്ങനെയാണ് അതിൻ്റെ രീതി, പൊതു രീതി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നടന്ന ബൈ ഇലക്ഷനുകളിലൊക്കെ ഉണ്ടായ ദുരനുഭവങ്ങളും അത് കയ്യിലുള്ള സീറ്റുകൾ നഷ്ടപ്പെട്ടു. ഇവിടെ പുതിയ സീറ്റ് പിടിച്ചെടുക്കുകയും എതിർപക്ഷത്തുള്ള സീറ്റിൽ ഭൂരിപക്ഷം ഗണ്യമായി കുറയ്ക്കുകയും തങ്ങളുടെ കയ്യിലുള്ള സീറ്റുകൾ വൻ ഭൂരിപക്ഷത്തോടെ നിലനിർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം അതൊരു വലിയ സംഭവമാണ്. ആ ട്രാക്ക് വെച്ച് നോക്കുമ്പോൾ സതീഷിനെ സംബന്ധിച്ചിടത്തോളം സതീഷിന് ഇത്രയും സീറ്റിന് കിട്ടും. കാരണം അൻവർ ഇല്ലെങ്കിലും ജയിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ 100 സീറ്റെന്ന് പറയുമ്പോൾ ഇയാൾ ഒന്നും കാണാതെ പറയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇലക്ഷൻ എഞ്ചിനീയറിംഗിൻ്റെ പൾസ് കൃത്യമായിട്ട് അറിയാനുള്ള സംവിധാനങ്ങൾ. പക്ഷേ അവിടെയും ഒരു ചോദ്യമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ ശശി തരൂരിനെ എങ്ങനെയാണ് VD സതീശൻ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ശശി തരൂരിനെ ഇപ്പോൾ കണ്ട പോലെ കൂട്ടിക്കോ എന്നുള്ള മട്ടിൽ ഇവരെല്ലാം നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. ഏത് പാർട്ടിയിലാണെന്ന് അതിന് മുരളീധരൻ പറഞ്ഞത് UDFൻ്റെ മുഖ്യമന്ത്രി ആരാണെന്ന് UDF തീരുമാനിക്കും, കോൺഗ്രസ് തീരുമാനിക്കും. പിന്നെ ശശി തരൂർ ആദ്യം പാർട്ടിയിലുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പിന്നെ അങ്ങനെ ശശി തരൂർ തീരുമാനിക്കുന്നത് എന്താ, നീ ഞങ്ങളെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട പാർട്ടിയിലാണെന്ന് ആദ്യം പറയാൻ വേണ്ടി പറഞ്ഞു. അത് കൂടാണ്ട് തന്നെ ഇതിന്റെ അപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് K സുധാകരന്റെ ഒരു വലിയ ഫാക്ടർ നിൽക്കുന്നുണ്ട്. K സുധാകരനെ കണ്ണൂരുള്ള ചില കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടികളിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നതായിട്ടുള്ള ചില ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? പുള്ളി പൊതുവേദികളിൽ ഇനി അധികം പങ്കെടുപ്പിക്കാതിരിക്കുന്നതാണ് പുള്ളിക്കും കോൺഗ്രസിനും നല്ലത്. കാരണം പുള്ളി അറിയാമല്ലോ, പച്ച തേറിയുള്ള പ്രാവശ്യം പിന്നെ എവിടെ പോയി കിടക്കുക ഡാഷ് എന്ന് പറയുന്നത് ഷാനിമോൾ ഉസ്മാനെ ഇരുത്തിക്കൊണ്ട്. അപ്പോൾ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞ മൈക്കൊക്കെ ഓണാന്ന് പറഞ്ഞത്. പുള്ളിക്ക് ഓർമ്മക്കുറവുണ്ട്, എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പുള്ളി അങ്ങനെയൊക്കെ തന്നെ നടക്കുന്നതായിരിക്കും നല്ലത്. പുള്ളിക്ക് പിന്നെ മന്ത്രി ആവണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് സത്യത്തിൽ പുള്ളി തുറന്നും പറഞ്ഞിട്ടുണ്ട്. മന്ത്രി ആവണം എന്ന ആഗ്രഹം, ആഭ്യന്തരമന്ത്രി ആണ് പുള്ളിയുടെ ആഗ്രഹം എന്നുള്ളത് കണ്ടിട്ടുണ്ട്. ഒരു സിറ്റിംഗ് MP എന്നുള്ള രീതിയിൽ നമ്മൾ ഈ പ്രായം ഘടകമല്ല, ആരോഗ്യം ഘടകമാണ്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ
മാനസികാരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. പുള്ളിക്ക് എന്ത് എപ്പോൾ എങ്ങനെ പറയണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യതയില്ല. ആൾ നല്ല മനുഷ്യനാണ്, പാവമാണ്, ജീവന് ഭീഷണിയുള്ള സമയത്ത് ജീവൻ പണയം വെച്ചിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. നല്ല സംഘാടകനായിരുന്നു. ഈ കോൺഗ്രസിനെ നന്നാക്കി എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ആര് നന്നാക്കിയാലും നന്നാവാത്ത പാർട്ടിയാണെന്നുള്ളതൊക്കെ പുള്ളിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. വല്ലാതെ നന്നാക്കാൻ നോക്കിയപ്പോൾ പുള്ളിയെ പിടിച്ചു മാറ്റി. പിന്നെ അത് സ്വരം മോശമാകുന്നതിന് മുമ്പ് പാട്ട് നിർത്തണം. അത് പുള്ളി സ്വയം നിർത്താൻ തയ്യാറാവാതെ ഇരുന്നപ്പോൾ ഇവർ വളരെ തന്ത്രപൂർവ്വം നിർത്തിച്ചു. പക്ഷേ സണ്ണി ജോസഫ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, മുന്നണി കൺവീനറായിട്ട് MMS ഇരുന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു നല്ല ഒറേറ്ററാണോ? എന്തെങ്കിലും കാര്യത്തിന് പറ്റുമോ? ദേശാടന കിളിയെപ്പോലെ ഓരോ കേരളത്തിലുള്ള 140 മണ്ഡലങ്ങളിൽ എത്ര സീറ്റിലാണ് മത്സരിച്ച് തോക്കാനുള്ള ബാക്കിയുള്ളതെന്ന് എനിക്കറിയാത്തുള്ളൂ. അത്യാവശ്യം എല്ലാ മണ്ഡലങ്ങളിലും മത്സരിച്ച് നടന്നു. അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പിന്നെ ഭക്ഷണത്തിന് ശേഷം 3 നേരം ഗുളിക കഴിക്കുന്ന പോലെ രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞാൽ പിണറായി രാജിവെക്കണം, ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞാൽ പിണറായി രാജിവെക്കണം, വൈകുന്നേരം പിന്നെ ആയിക്കഴിഞ്ഞാലും പിണറായി രാജിവെക്കണം, 3 നേരം പത്രസമ്മേളനം വിളിച്ച് പിണറായി രാജിവെക്കണം. എന്തിനാണ് രാജിവെക്കണേ? എന്തിനാ രാജിവെക്കുന്നതെന്ന് പത്രക്കാർ ചോദിച്ചാൽ എന്തിനായാലും രാജിവെക്കണം രാജിവെക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ആ രാജി എന്ന് പറയുന്നൊരു ഡിമാൻഡ് അത് ജനാധിപത്യത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നത്. ഇതിൻ്റെ വില അങ്ങ് കളഞ്ഞു പോയി. അതേസമയം സതീഷിൻ്റെ വായിന്ന് വിടുവായത്തരം വരത്തില്ല. മുന്നണി കൺവീനർ അടൂർ പ്രകാശിൻ്റെ വായിന്ന് വിടുവായത്തരം വരത്തില്ല. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇതിൽ ഏറ്റവും മനോഹരമായിട്ട് സണ്ണി ജോസഫും അടൂർ പ്രകാശും സണ്ണി ജോസഫ് ചിരിച്ചുകൊണ്ട് ഹാൻഡിൽ ചെയ്യും. ഞാൻ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അൻവർ വനം വകുപ്പ് ആഭ്യന്തര വകുപ്പും ചോദിക്കുന്നു പറഞ്ഞപ്പോൾ അതെങ്ങനെ കൊടുക്കാൻ പറ്റുന്നു, അത് രണ്ടും ഞാൻ നോക്കി വെച്ചേക്കുക എന്ന് പറഞ്ഞില്ല. വളരെ കൂളായിട്ട് പിന്നെ പത്രക്കാർക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ സ്ഥിതി. വളരെ രസകരമായിട്ടാണ് സണ്ണി ജോസഫ് മീഡിയ ഡീൽ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുള്ള ബലം കളഞ്ഞപ്പോൾ ഇയാൾ വെറും ഒരു സ്ഥാനമോഹിയാണ്. ഇയാൾ ഊതി വീർപ്പിച്ച ബലൂണാണ്. ഇപ്പോൾ വിശ്വപൗരൻ എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് നേതാവിൻ്റെ വില പോലും ഇപ്പോൾ കോൺഗ്രസ്സുകാരും കൊടുക്കുന്നില്ല, നാട്ടുകാരും കൊടുക്കുന്നില്ല. എല്ലാവരും കണ്ട് ചിരിക്കുക. ഇപ്പോൾ കോമാളിയായിട്ട് മാറി. ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു അയാൾ തന്നെ പേടി ചെയ്തുണ്ടാക്കിയ സർവേ ആണെന്ന് മനസ്സിലായി. 2 രീതിയിൽ സംശയിക്കുക തന്നെ. ഒന്നെങ്കിൽ ശശി തരൂർ സ്വന്തമായിട്ടൊരു PR വേണ്ടിയിട്ട് സൃഷ്ടിച്ചെടുത്ത ഒരു സർവേ, അതല്ല എങ്കിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തന്നെ ഒരു സർവേ ഉണ്ടാക്കിയിട്ട് ഇയാൾക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി ചെയ്തു. ഇയാളതെ പോയി കൊത്തി അതുമല്ല 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ കാണിക്കുന്ന മാതിരി പുള്ളി ആ സർവേ റിപ്പോർട്ട് എടുത്ത് ഷെയർ ചെയ്തിട്ട് കേരളം എന്നെ മുഖ്യമന്ത്രിയാവാൻ കാത്തിരിക്കുന്നു. പുള്ളിയെ തന്നെ 28% വരെ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് നമ്മുടെ ഒരു മലയാളത്തിലെ ഒരു യുവ നടൻ ഒരു ക്യാമ്പസ് പടത്തിൽ പറഞ്ഞിട്ടുള്ള മാതിരി നിന്നെ ഒരു വളരെ മോശം, വളരെ ഒരു കോമഡി ആയിട്ട് തന്നെയുള്ളൊരു സീനാണ്. അതിനകത്ത് മറ്റേ പാട്ട് പാടി കഴിയുമ്പോഴത്തേക്ക് ആളുകൾ കൂവുന്ന സമയത്ത് പറഞ്ഞിട്ട് പോകുന്നൊരു സീനുണ്ട്. നിങ്ങൾ എന്നൊന്നും എന്നെ ആഗ്രഹിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നൊരു സീനുണ്ട് എന്ന് പറഞ്ഞ മതി. ഇന്നലെ അദ്ദേഹം പറയുകയാണ്, കാരണം കേരളം എന്നെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആരാഗ്രഹിക്കുന്നു എനിക്കറിയത്തില്ല. നമ്മൾ കാണുന്നിടത്ത് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ പോരെ. ഞാൻ പറയുന്നൊരു കാര്യം എന്താ അറിയോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് വേണ്ടത് ഒരു വിശ്വപൗരനല്ല. കേരളത്തിന് വേണ്ടത് കേരളത്തിലെ യുവാക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന, കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ പറ്റുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായ വില നൽകാൻ സാധിക്കുന്ന, അതോടൊപ്പം തന്നെ വിലക്കുറവ്, അതായത് നമ്മളുടെ വരവിനനുസരിച്ച് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിച്ച് നിർത്താനായിട്ടൊക്കെ പറ്റുന്ന ഒരു സർക്കാരിനെ, നമ്മൾക്ക് നല്ല റോഡുകൾ ഉണ്ടാവണം, നല്ല ആശുപത്രികൾ ഉണ്ടാവണം, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു പുതിയ മിനിസ്ട്രിയെയാണ് കേരളം കാത്തിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഞാനൊരു വിശ്വപൗരൻ്റെ കയ്യിൽ എന്ത് തേങ്ങാക്കുറയുണ്ട് കേരളത്തോട് പറയാനായിട്ട്, അല്ലെങ്കിൽ കേരളത്തോട് പറയണം ഞാൻ മുഖ്യമന്ത്രിയായിട്ട് വന്നാൽ നിങ്ങൾക്ക് ഞാൻ ഇത് തരാം എന്ന് പറയാനായിട്ട് ഇതുവരെ കഴിഞ്ഞ ഒരു 15-20 വർഷമായിട്ട് അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ട്. അദ്ദേഹം എന്ത് പറഞ്ഞിട്ടുണ്ട് കേരളത്തോട്? അല്ല, അതിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം ന്യൂസിലാൻഡിൻ്റെ ക്യാപിറ്റൽ എവിടെയാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. സംഭവം US-ൻ്റെയും പിന്നെ റഷ്യയുടേതും പിന്നെ തുർക്കിയുടേതും മറ്റേ ഇസ്രായേലിൻ്റെതും ഒക്കെ നമുക്കറിയാമെന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ്റെതും ഇറാൻ്റെയൊക്കെ അറിയാമെന്നുണ്ടെങ്കിലും എനിക്ക് ന്യൂസിലൻഡ് അറിയത്തില്ല, സത്യമായിട്ട് പറയുക. പിന്നെ ഓസ്ട്രേലിയയുടെ ആണെങ്കിൽ വിയന്നയാണെന്ന് നമുക്കറിയാം, ഇതറിയത്തില്ല. പുള്ളിക്ക് UN എത്ര പിന്നെ സബ് ഓർഗനൈസേഷൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ പുള്ളിക്കറിയാം, അതറിയാം. പുള്ളിക്ക് വേണമെങ്കിൽ പിന്നെ ന്യൂസിലൻഡിൻ്റെ ക്യാപിറ്റൽ അറിയാം, മൊറോക്കോയുടെ ക്യാപിറ്റൽ അറിയാം, ഉഗാണ്ടയുടെ ക്യാപിറ്റൽ അറിയാം, ഒക്കെ അറിയാം. പുള്ളിക്ക് ഓരോ രാജ്യത്തിൻ്റെയും പ്രസിഡന്റുമാരാരാ, പ്രധാനമന്ത്രിമാരാരാന്ന് ചോദിച്ചാൽ, രാജാക്കന്മാരാരാന്ന് ചോദിച്ചാൽ അതും പുള്ളിക്കറിയാം. പക്ഷേ പുള്ളിയോട് തിരുവനന്തപുരം ജില്ലയിൽ, പുള്ളിയുടെ കോൺസ്റ്റിറ്റ്യുവൻസി നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ എത്ര താലൂക്ക് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പുള്ളിക്കറിയത്തില്ല. അവിടെയാണ് വിഷയം. കേരളത്തിൽ എത്ര മെഡിക്കൽ കോളേജ് ഉണ്ട്, അത് എവിടെയൊക്കെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കറിയത്തില്ല. കേരളത്തിൽ എത്ര ഡാം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പവർ ഡാം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കറിയത്തില്ല. കേരളത്തിൽ എത്ര പുഴകളുണ്ടെന്ന് ചോദിച്ചാൽ പുള്ളിക്കറിയത്തില്ല. ഇപ്പം സംഭവം എന്താണെന്നറിയോ? പുള്ളി ഇപ്പോൾ പറഞ്ഞു കൊടുങ്ങി
ഇപ്പം എന്ന് വെച്ചാൽ ഞാൻ നിൽക്കണോ പോണോ എന്നുള്ള മട്ടിലിങ്ങനെ നിൽക്കുക. കാരണം ഇവർ അല്ല, നിങ്ങൾ എന്നെ ഒന്ന് പുറത്താക്കിയത് തന്നെ, എന്തിനെ ഒന്ന് പുറത്താക്കിയത്? ഞാൻ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് നിങ്ങൾ എന്നെ എന്താ പുറത്താക്കുന്നത് ചോദിച്ചിട്ടാണ്. അല്ല, നിൽക്കണോ പോണോ എന്ന് ചോദിക്കുമ്പം പുള്ളി പുറത്താക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞ ഉദാഹരണം പോലെ ഈ ഉംറ വിസ എടുത്ത് പോകുന്ന കാര്യം പറഞ്ഞ പോലെ നിൽക്കണോ പോണോ എന്ന് ചോദിക്കുമ്പോൾ KPCC എടുത്തിട്ടുള്ള സ്റ്റാൻഡ്, കോൺഗ്രസ് എടുത്തിട്ടുള്ള സ്റ്റാൻഡ്, കേന്ദ്ര നേതൃത്വവും UDF എടുത്തിട്ടുള്ള സ്റ്റാൻഡ് വേണേ നിന്നോ വേണേ പോയിക്കോ, നിൽക്കണോ നിൽക്കണ്ടേ പോണോ എന്നുള്ളത് നീ തന്നെ തീരുമാനിച്ചോ എന്നുള്ളതാണ്. ഇതിപ്പം പുള്ളി ഇപ്പം ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ വെളുക്കാൻ തേച്ചത് പാണ്ട എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഈ സർവേ റിപ്പോർട്ട് പുള്ളിയുടെ പെയ്ഡായിട്ടുണ്ടായതാണ്. കയ്യിലെ പൈസയും പോയി, നാണക്കേടുമായി, അത് ഷെയർ ചെയ്തിട്ട് വെളുക്കാൻ തേച്ച് വേണ്ട ഇത് തൊട്ടതെല്ലാം പൊന്നാക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇയാൾ പണ്ടങ്ങനെ ആയിരുന്നു ഇയാൾ. കാരണം അയാൾ UN അങ്ങനെ വരുന്നു, വിശ്വപൗരൻ എന്നുള്ള ഇമേജ് വരുന്നു, ഇവിടെ വരുന്നു, മത്സരിക്കുന്നു, ജയിക്കുന്നു, കേന്ദ്രമന്ത്രിയാവുന്നു, മന്ത്രിസ്ഥാനം പോയെങ്കിലും പിന്നെയും കാരണം അയാൾക്ക് റോയൽറ്റി കിട്ടിയാൽ മതി, ബുക്കുകളുടെ പ്രഭാഷണങ്ങൾക്ക് പോയാൽ മതി, പൈസ കിട്ടും. പിന്നെ ഇപ്പം നല്ലൊരു സ്റ്റാർ ഇമേജിലേക്ക് വന്നതാണ്. നമ്മളെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വിശദീകരിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുമ്പോൾ ആ പ്രതിനിധി സംഘങ്ങളുടെ തലവന്മാരിലെ ഏറ്റവും നല്ല പെർഫോമറായിട്ട് പുള്ളി മാറുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പം ഞാനങ്ങ് വളർന്നു പോയെന്ന് കരുതിയത്. സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും വീടിൻ്റെ മുകളിലോട്ട് വളർന്നു കഴിഞ്ഞാൽ വെട്ടിക്കളയണം. കാരണം ഈ പുള്ളി ഇപ്പോൾ വെട്ടിക്കളയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കൂട്ടിൽ കാഷ്ടിക്കുന്ന ജീവി എന്ന പ്രയോഗത്തിന് തുല്യമായിട്ടാണ്. കാരണം ഏത് പാർട്ടിക്കകത്താണെങ്കിലും അതിനകത്ത് നിൽക്കണ്ടേ. ഇതിലിപ്പോൾ എന്താ വെച്ചാൽ തൊട്ടതെല്ലാം പൊന്നാക്കിയിരുന്ന ഒരാൾ തൊടുന്നതെല്ലാം ഇപ്പോൾ തുരുമ്പായി മാറുക. പുള്ളി എവിടെയൊക്കെ തൊടുന്നു അതിലെല്ലാം അബദ്ധം പറ്റുക. പുള്ളി ഇത്രയേ ഉള്ളൂ, ഇത്രയും ചെറുതാണെന്ന്, അല്പനാണെന്നുള്ളത് ഓരോ ദിവസവും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത് അയാളുടെ ഇതുവരെ കെട്ടിപ്പൊക്കിയ പുള്ളിയുടെ ഒരു പേഴ്സണാലിറ്റി അത് ഡൗൺ ആയിപ്പോയി, ഡാമേജ് ഉണ്ടാക്കി വെച്ചു പുള്ളി. ഇനിയിപ്പം ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യുമോ? ആരും അക്സെപ്റ്റ് ചെയ്യുന്ന നിൽക്കുന്നില്ല. മാത്രമല്ല പറയട്ടെ, നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു വൈസ് പ്രസിഡൻ്റായിട്ട് പോലും വേണമെങ്കിൽ BJP പരിഗണിക്കുന്നുള്ളൂ. ഞാൻ പറയുന്നു BJP പോലും വൈസ് പ്രസിഡൻ്റായിട്ട് പോലും പരിഗണിക്കത്തില്ല. ഇനി വേണമെങ്കിൽ ഏതെങ്കിലും സഹമന്ത്രി സ്ഥാനത്തൊക്കെ കൊണ്ടുവന്നിടാം. വേണമെങ്കിൽ രാജ്യസഭ വഴി ഇവിടുന്ന് രാജിവെച്ച് പാർട്ടി വിട്ട് രാജ്യം വെച്ച് പോവുകയാണെങ്കിൽ ബൈ ഇലക്ഷനിൽ ഇവിടെ പിന്നെ BJP ജയിക്കുകയും ചെയ്യും. വല്ല സഹമന്ത്രി സ്ഥാനവും കൊടുക്കും. വിദേശകാര്യ സഹമന്ത്രി സ്ഥാനം വേണമെങ്കിൽ കൊടുക്കും. ജയശങ്കറിൻ്റെ കീഴിൽ ഇരിക്കേണ്ടി വരും. കാരണം ഇയാൾ വിദേശകാര്യ സഹമന്ത്രിയായി ഇരുന്ന സമയത്ത് ജയശങ്കർ അന്ന് ഹൈക്കമ്മീഷണറോ മറ്റോ ആണ്, വിദേശകാര്യ അല്ലെങ്കിൽ വിദേശകാര്യ ജോയിൻറ്റ് സെക്രട്ടറി എന്തോ ആണ്. പ്രോട്ടോകോൾ പ്രകാരം ഇയാളുടെ കീഴിൽ നിന്ന് ഇയാളെ കാണുമ്പോൾ എണീറ്റ് നിന്നിരുന്ന ഉദ്യോഗസ്ഥൻ്റെ താഴെ അയാളുടെ സഹമന്ത്രിയായിട്ട് ഇരിക്കേണ്ടി വരും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വകുപ്പിൽ എവിടെ പോയിരുന്നാലും കാരണം കേന്ദ്ര സഹമന്ത്രിയായിരുന്നാണല്ലോ UN സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ചെയ്തതാണ്. ആ ഗതികേട്ടിലേക്ക് എത്തി. അതേസമയം വെറുതെ MP ആയിട്ട് നിന്നാൽ അതിന് വിലയുണ്ട്. കാരണം ആരും കീഴിലും അല്ല മേലെയും അല്ല, ആ രീതിയിൽ നിൽക്കുന്ന പ്രോട്ടോകോൾ പ്രകാരം MP മന്ത്രിയുടെ താഴെയാണെന്ന് പറഞ്ഞാലും ഇൻഡിവിജ്വാലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഇയാൾ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു. ഇയാൾ ഇത്രയുള്ള അല്പന അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയും PR വർക്ക് നടത്തുക എന്നുള്ളത്, PR വർക്ക് നടത്തുകയാണെങ്കിലും നടത്തുക എന്ന് അറിയിക്കാതെ നടത്തണം. ഇത് കൊച്ചു പിള്ളേർക്ക് വരെ ഇയാൾ PR വർക്ക് നടത്തുക എന്നുള്ളത് ബോധ്യപ്പെട്ടു. മറ്റൊന്ന്, ഇന്ന് കോൺഗ്രസ് പിന്നെ അല്ല UDF യോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം ഏകസ്വരത്തിൽ സംസാരിക്കുന്നുള്ള. UDFിൻ്റെ ഇപ്പോഴത്തെ ടീം പെർഫെക്റ്റാണ്. മുസ്ലിം ലീഗ് പണ്ടേ പെർഫെക്റ്റാണ്. PJ ജോസഫ് ഗ്രൂപ്പിനെ കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല, ശല്യമുള്ള ആൾക്കാരൊന്നും അതിനകത്തില്ല. ഒന്ന് PJ ജോസഫിന് ഇപ്പോൾ പറയുന്നൊന്നും മനസ്സിലാക്കാനും എന്തെങ്കിലും പറയാനും ഒന്നുള്ള ആരോഗ്യമൊന്നുമില്ല. മോൻസൂനൊന്നും മിണ്ടത്തില്ല. പിന്നെ ആരാ ഇവിടെ മിണ്ടാനുള്ള ആരുമില്ല, വേറെ കാര്യമായിട്ട് ആൾക്കാരൊന്നുമില്ല. പിന്നെ പ്രേമേന്ദ്രൻ ഈ പറഞ്ഞ പോലെ പ്രേമേന്ദ്രന് ജയിക്കണമെന്നുള്ളേ ഉള്ളൂ, പാർട്ടി ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നുമില്ല, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പം അങ്ങനെ വരുമ്പം UDF അവസരങ്ങളില്ലാതെ പോകുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. CM ആയിട്ട് ഉള്ള CM-നെ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാം പറഞ്ഞു പാർട്ടിയുടെ കീഴ്വഴക്കം CM-നെ മുൻകൂട്ടി പ്രഖ്യാപിക്കാറില്ല. നിലവിലുള്ള പ്രതിപക്ഷ നേതാവ് തന്നെയാണ് നെക്സ്റ്റ് CM കാൻഡിഡേറ്റ് കോൺഗ്രസിനകത്ത്. അത് പറയാതെ വരികൾക്കിടയിലുള്ളതാണ്. എല്ലാ കാലത്തും അങ്ങനെയാണ്. സ്വാഭാവികമായ പ്രതിപക്ഷ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ സതീശൻ തന്നെയാണ് സ്വാഭാവികമായ പ്രതിപക്ഷ സ്ഥാനാർത്ഥി. അതിനകത്ത് അത്രയും രൂക്ഷമായൊരു ക്ലാഷ് ഉണ്ടാകുകയും തൂക്ക് നിയമസഭ വരികയും ചെയ്തു കഴിഞ്ഞാലാണ് കോൺഗ്രസിനകത്തുള്ള 2 ഗ്രൂപ്പായിട്ട് അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നൊരു സ്ഥിതി വന്നു കഴിഞ്ഞാലാണ്. അങ്ങനെ തിരിഞ്ഞു നിന്നാലും ഞാൻ പറയുന്ന മുസ്ലിം ലീഗ് പോലും ചെന്നിത്തലയല്ല സപ്പോർട്ട് ചെയ്യുക, സതീശനെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഒരുപക്ഷെ ചിലപ്പം ലീഗ് തിരിച്ചും ചിന്തിച്ചെന്ന് വരും. പവർഫുള്ളായിട്ടുള്ള സതീശനേക്കാൾ നല്ലത് ഒന്നിനും കൊള്ളാത്ത ചെന്നിത്തല ഇരിക്കുന്നതെന്ന് ഒന്നിനും കൊള്ളാത്ത ഒന്നിനും കൊള്ളാത്തെന്ന് പറഞ്ഞാൽ ഞാൻ ആർത്തത്തിലല്ല പറഞ്ഞേ. ഞാൻ പറഞ്ഞില്ലേ, വാമനപുരം സീറ്റിൽ രമണി P. നായരെ സ്ഥാനാർത്ഥിയാക്കാൻ വെച്ച് കഴിഞ്ഞപ്പം ഹരിപ്പാട് ഇവർ പിന്നെ തോപ്പിക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ വിളിച്ചു പറഞ്ഞപ്പം അവിടെ ആനാവൂർ ജയനെയോ അവിടെ കൊണ്ടുവന്ന് അവിടെ ഇട്ടു. വാമനപുരത്ത് രമണി P. നായരെ മാറ്റി. രമണി P. നായർ പാർട്ടി വിടുന്ന അവസ്ഥയിലേക്ക് എത്തി. ഉമ്മൻചാണ്ടിയൊക്കെ പാതിരാത്രി പോയിട്ട് അന്ന് 2021 പിന്നെ ഒത്തുതീർക്കുന്നത്. AV ഗോപിനാഥ് വന്ന് പാർട്ടി വിടാൻ നിന്നപ്പോൾ ഉമ്മൻചാണ്ടിയെ പോയിട്ട് അനുനയിപ്പിച്ച. പിന്നെ AV ഗോപിനാഥ് പിന്നെ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പാർട്ടി വിടുകയും ചെയ്തു. ഇപ്പം അങ്ങനെ അനുനയിപ്പിക്കാനും അല്ല, ഒരു വാക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരും ഇല്ല, ഗ്യാരണ്ടി പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സ്ഥിതിക്ക് ഈ രമേശ് ചെന്നിത്തലയ്ക്ക് എന്താണെന്ന് വെച്ചാൽ പേടിയാണ്, എല്ലാത്തിനകത്തും പേടിയാണ്. പക്ഷേ സതീശന് ആ പേടിയില്ലാതെ ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഒരു പിന്നെ ചലഞ്ചായിട്ട് ഇതിനെ കണ്ടു എന്നുള്ളത്. ഇപ്പോൾ അൻവറിൻ്റെ വിഷയത്തിലാണെങ്കിലും ബാക്കിയുള്ളതിനകത്താണെങ്കിലും
സിബി ഞാനും പോലും ചിലപ്പോൾ അത്ര റിസ്ക് എടുക്കത്തില്ല. നമ്മൾ ഒന്നറയ്ക്കും. കാരണം ഇതിൽ നമ്മൾ തോറ്റാൽ നമ്മുടെ കരിയർ കഴിഞ്ഞു. പക്ഷെ അപ്പോഴും വി ഡി സതീശന്റെ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ ഇപ്പോഴും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. മുക്കാൽ പിണറായി എന്ന് പി വി അൻവർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഇപ്പൊ സ്വരാജ്, അൻവർ, ഷൗക്കത്തും നിലമ്പൂരെ തന്നെ 3 സ്ഥാനാർത്ഥികളായിരുന്നു. മോഹൻ ജോർജിന് പിന്നെ ധാർഷ്ട്യവും ഇല്ല, ധൈര്യവും ഇല്ല, ഒന്നുമില്ല. ഇവര് 3 പേരും പിന്നെ ആകാശം ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ വീഴട്ടെ എന്ന് എഴുതിയിരിക്കുന്നവരാ. ഇലക്ഷന്റെ ടൈമിൽ പോലും, ഇലക്ഷന്റെ സമയത്ത് പോലും ആര്യാൻ ഷൗക്കത്തിന്റെ പിള്ളേരെയൊന്നും തട്ടമൊന്നും ഇടിയിച്ചില്ല. വളരെ കൂളായിട്ട് ആര്യാൻ ഷൗക്കത്തിന്റെ പതിവ് രീതിയിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും വരുത്തിയില്ല. പിന്നെ ഈ ഉമ്മോടുക്കൽ മാത്രമേ തുടങ്ങിയുള്ളൂ പുതുതായിട്ട്. ഉമ്മോടുക്കൽ മാത്രമല്ല, മറ്റേ വളരെ ഒരു ഒരു സഹൃദയനാണ് എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള ഒരു മാറ്റം. സഹൃദയത്വം ഉണ്ടെന്നേ ഞാൻ പറയട്ടെ. ബേസിക്കലി ഇവർക്കൊക്കെ സഹൃദയത്വം ഉണ്ട്. ചർച്ച കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് പറയാൻ സാധിക്കുന്നത്, ശശി തരൂർ പുറത്തേക്ക്, വി ഡി സതീശൻ അധികാരത്തിലേക്ക്. ശശി തരൂർ അതായത് പുറത്താക്കി കിട്ടണമെന്നാണ് കരുതുന്നത്. പുറത്താക്കാനൊന്നും പോണില്ല. ഇങ്ങനെ നിന്നോ, അല്ലെങ്കിൽ നീ വേണമെങ്കിൽ പോയിക്കോ, നീ നിന്റെ വഴിക്ക്, നീ ആയി നിന്റെ പാടായി. അവഗണന നേരിടും, അവഗണിച്ച് കളയും. അതായത് വളരെ അപമാനകരമായ അവഗണന എന്ത് വേണേലും കാട്ടിക്കോ, ഞങ്ങൾക്കൊരു പുല്ലുമില്ല. വേറെ കൂടിയാൽ തിരുവനന്തപുരം സീറ്റൊക്കെ പോയി കിട്ടുമായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ പാർലമെൻറ്റ് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അല്ലാതെ വേറെ ഒന്നും ഉണ്ടാകാനില്ല. കാരണം എന്നാലും നിന്റെ മുഖം മൂടി എന്താണെന്നുള്ളത് ഞങ്ങളങ്ങ് വലിച്ചു കീറിയിടും എന്നുള്ളത് മാത്രമല്ല ശശി തരൂരിന് ഒരു സമയത്ത് പൊക്കിക്കൊണ്ട് നടന്ന കുറെ ആൾക്കാരുണ്ട് AICC-ലോട്ടുള്ള മത്സരത്തിൽ. അപ്പൊ ഇത് തൽക്കാലം ഇങ്ങനെ അങ്ങ് അവസാനിപ്പിക്കാം. ശശി തരൂര് നിന്നാലും ഒന്നിനും കൊള്ളാത്ത ഒരാളായിട്ട് മൂലയ്ക്ക് നിൽക്കാം എന്നല്ലാതെ ശശി തരൂരിന്റെ രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു ഇന്നലത്തെ സർവേയോട് കൂടിയിട്ട്.